ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സ് സജീവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി വേറെ ലെവൽ രീതിയിൽ കളിച്ചൊരു താരമാണ് നമ്മുടെ മലയാളിയായ അലക്സ് സജി. എന്തായാലും അലക്സ് സജിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടുപേരും തമ്മിലൊരു എഗ്രിമെൻറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സൈൻ ചെയ്യുന്നത് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് മാത്രമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ വരുന്ന ജൂൺ 12-നാണ്. ജൂൺ 12 തൊട്ട് ഓഗസ്റ്റ് 31 വരെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും. സോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അലക്സ് സജി ടു ഈസ്റ്റ് ബംഗാൾ നമുക്ക് കേൾക്കാൻ സാധിച്ചെന്ന് വരാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലക്സ് ടാം എന്ന പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു എസ്തോണിയൻ താരമാണ്. നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യമാണ്, ഒരു എസ്തോണിയൻ യുവ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നുണ്ട് എന്ന്. അതാരാണെന്നും പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് അലക്സ് ടാമിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം മികച്ചൊരു പ്ലെയറാണ്. എസ്തോണിയൻ നാഷണൽ ടീം കളിച്ചിട്ടുണ്ട്. 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവിടുത്തെ ലീഗിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു താരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ എസ്തോണിയൻ താരമാണ്. അത്ര വലിയ നമുക്കറിയാം ഒരു ഡയമണ്ട് കോസിൻ്റെ പകരക്കാരൻ എന്നൊന്നും പറയാൻ സാധിക്കില്ല. സോ ഡയമണ്ട് കോസിൻ്റെ പകരക്കാരനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിലും മികച്ച പ്ലെയറിനെ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.